കാറു വാങ്ങിയതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ വീടുകേറിയ ആക്രമണം. 5 മാസം പ്രായമുള്ള കുഞ്ഞടക്കം 3 പേർക്ക് പരിക്കേറ്റു. CCTV ദൃശ്യങ്ങൾ ഇടുക്കി ലൈവ് ന്യൂസിന് ലഭിച്ചു. നരിയമ്പാറ പാലക്കൽ സൂരജ്, ഭാര്യ ശാലു, ഇവരുടെ 5 മാസം പ്രായമുള്ള കുഞ്ഞ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. നാലു മാസങ്ങൾക്ക് മുമ്പ് കുന്തളംപാറ സ്വദേശിയിൽ നിന്നും ഇവർ കാർ വാങ്ങിയിരുന്നു. 30,000 രൂപ അഡ്വാൻസായി നൽകുകയും ബാക്കി തുക ഫിനാൻസായിട്ടുമാണ് കാർ വാങ്ങിയത്. കാർ വാങ്ങി ഭൂരിഭാഗം ദിവസങ്ങളിലും വാഹനം വർക്ക്ഷോപ്പിലായതോടെ ഇതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. തുടർന്ന് ഇന്നുച്ചയ്ക്ക് 12:30 കുന്തളംപാറ സ്വദേശിയായ യുവാവും യുവാവിൻ്റെ അമ്മയും ചേർന്ന് സൂരജ് താമസിക്കുന്ന വാടക വീട്ടിലെത്തി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. രാവിലെ ഒരു വണ്ടിയുടെ ചെറിയ പ്രശ്നം കിടപ്പുണ്ടായിരുന്നു. അത് കേസ് കിടക്കുന്ന ഓൾറെഡി. ഇപ്പോൾ ഇവൻ്റെ അമ്മയും ഇവനും കൂടെ രാവിലെ വീട്ടിൽ കയറി വന്നു. ഇവർ രണ്ടുപേരോട് ഞാൻ ഉറക്കമായിരുന്നു. കയറി വന്ന് ഇവളെ പിടിച്ച് തള്ളി. ഞാൻ ഇത് കണ്ടുകൊണ്ട് എണീറ്റ് വരുമ്പോഴത്തേനും ഇവരെന്നെ പിടിച്ച് തള്ളി വെളിയിലോട്ടിട്ട് അവളുടെ ഫോണും നിലത്തിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ്. 2-3 വീഡിയോ എടുത്തു. അത് കിട്ടാതിരിക്കാൻ വേണ്ടി ഫോൺ ചവിട്ടി പിടിച്ചിട്ട് അത് അവരെടുത്ത് പോക്കറ്റിൽ ഇട്ട് എനിക്കിട്ടും അടിച്ച് അവക്കിട്ടും അടിച്ച് കൊച്ചിനെ പുറന്നിലേക്ക് അടിച്ചിട്ട് കൊച്ചിന് ഇപ്പോഴും മയക്കോ ആശുപത്രി അഡ്മിറ്റായി ഇവിടായി. അവളും അഡ്മിറ്റാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ പോയി നമ്മൾ സ്റ്റേഷനിൽ ചെന്നു. സ്റ്റേഷനിൽ ചെന്നപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിൽ നമുക്ക് നേരെ തിരിയുക. ഇവർ പറയുന്നത് നമ്മളാ പ്രതി, അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നൊക്കെ പറഞ്ഞ് ഇവർ നമ്മളെ ഒരുമാതിരി പ്രതിയാക്കുന്ന രീതിയിൽ വാദി പ്രതിയാവുക. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് 3ാമത്തെ ദിവസം തൊട്ട് വണ്ടിക്ക് 5 മണിയാണ്. ഫിനാൻസും കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അടച്ചുകൊണ്ടിരുന്നത്. ഈ മാസം ആയപ്പോഴത്തേനും നമ്മളെ കൊണ്ട് ഇത് പറ്റത്തില്ല. കാരണം ഫിനാൻസ് അടയ്ക്കുന്ന വണ്ടി ഓടുന്നില്ല. സ്റ്റേഷനിൽ പരാതി കൊടുത്തു, എല്ലാ കാര്യവും ചെയ്തിട്ടാണ്. എന്നിട്ട് സ്റ്റേഷനിൽ ചെന്നിട്ട് 2-3 തവണ എന്നപ്പോഴും ഇവർ പറഞ്ഞ വണ്ടി നോക്കിയെടുക്കണം, അതിനി പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ്. നമുക്കൊന്നും തരണ്ട, വണ്ടി തിരിച്ചെടുത്തോളം പറഞ്ഞിട്ട് അവനത് വേണ്ടെന്ന് അവൻ പറയുന്നത്. നമ്മൾ ഫിനാൻസ് അടയ്ക്കണം, വണ്ടി ഓടുന്നില്ല. നേരത്തെ 2-3 ഇപ്പം വിളിച്ച് തെറി പറച്ചിലും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വിളിച്ചാലും 2-3 ഭീഷണി ഉണ്ടായിരുന്നു. വീട്ടിൽ വരും, വണ്ടി അടിച്ച് ഓട്ടിക്കും, അവൻ്റെ വണ്ടി അടിച്ച് കൂട്ടുകാരൻ്റെ വണ്ടി അടിച്ച് ഓട്ടിക്കും എന്നെല്ലാം പറഞ്ഞു. ചൈൽഡ് ലൈൻകാർ വന്ന് FIR ഇട്ടിട്ട് പോയിട്ടുണ്ട്. സൂരജിനെ മർദ്ദിക്കുന്നത് കണ്ട് കൈക്കുഞ്ഞുമായി ഓടിയെത്തിയ ശാലുവിനെയും ഇവർ മർദ്ദിച്ചു. സൂരജിൻ്റെ ശരീരമാസകലം മർദ്ദനമേറ്റിട്ടുണ്ട്. ശാലുവിൻ്റെ കഴുത്തിന് സാരമായി പരിക്കേറ്റു. സൂരജും ഭാര്യ ശാലുവും 5 മാസം പ്രായമായ കുഞ്ഞും ഇപ്പോൾ കട്ടപ്പന സെൻറ് ജോൺസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന.